ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം. ഇന്ന് നമ്മൾ വിചാരം ചെയ്യുന്നത് ശ്രീമദ് ഭഗവത്ഗീതയിലെ 6-ാമത്തെ അധ്യായമായ ധ്യാനയോഗത്തിലെ 32-ാമത്തെ ശ്ലോകത്തെയാണ്. അപ്പോൾ 31-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാനിൽ ആരാണ് ഭഗവാനും ഭക്തനും ഒന്നായിത്തീരുമ്പോഴാണ് ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നത്. ആ ഈശ്വര സാക്ഷാത്കാരത്തെ നേടുവാൻ ഏത് വിധത്തിൽ ഉള്ള ഭാവത്തോടുകൂടി കർമ്മം ചെയ്യുന്ന വ്യക്തിക്കാണ് അല്ലെങ്കിൽ യോഗിക്കാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. ഇവിടെ 32-ാമത്തെ ശ്ലോകത്തിലെ ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി യോർജുന സുഖം വാ യദി വാ ദുഃഖം സയോഗീ പരമോ മത. അല്ലയോ അർജുന, ആത്മൗപമ്യേന, ആത്മൗപമേന്യ, ആത്മസാദൃശ്യം കൊണ്ട്, ആത്മൗപമേന്യ സർവചരാചരങ്ങളുടെയും ദുഃഖം വാ സുഖം വാ, ദുഃഖവും അദുഃഖമായാലും ശരി സുഖമായാലും ശരി, അത് തൻ്റെ തന്നെ സുഖവും ദുഃഖവുമാണ് എന്ന ഭാവത്തോടുകൂടി, അല്ലെങ്കിൽ തൻ്റേതെന്ന പോലെ സമം പശ്യതി, തുല്യമായി കാണുന്നത്, സയോഗി പരമോ മത, ആ യോഗി ഉത്തമനായ യോഗി എന്നതാണ് എൻ്റെ മതം, അഭിപ്രായം. അപ്പോൾ സർവചരാചരങ്ങളുടെയും ആ ആത്മൗപമേന്യ, ആത്മസാദൃശ്യം കൊണ്ട്, ആത്മസാദൃശ്യമാണ്. ഈ വൈവിധ്യമാർന്ന ലോകമാണ്. ലോകം വൈവിധ്യമാണ്. പല രൂപങ്ങൾ, പല ഭാവങ്ങൾ, പല രീതികൾ. അങ്ങനെ വളരെ വ്യത്യസ്തമാർന്ന ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്ന സമയത്ത് ആത്മസാദൃശ്യം കൊണ്ട് ഇതിലെല്ലാം ഒരേ ആത്മാവ് തന്നെയാണ് എന്ന ഉറച്ച ബോധത്തോട്, അതാണ് ആത്മസാദൃശ്യം. വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലും കാണുന്നതിലെല്ലാം കുടികൊള്ളുന്നത് ഒരേ ആത്മാവാണ്. അതാണ് ആത്മസാദൃശ്യം കൊണ്ട് ആത്മൗപമേന്യ എന്ന് പറയണത്. ആ ആത്മൗപമേന്യ, ആത്മസാദൃശ്യം കൊണ്ട് സർവത്ര, സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ചൈതന്യമാണ്. അതുകൊണ്ട് സർവ ജീവികളുടെയും ദുഃഖം തൻ്റെ ദുഃഖമാണ് എന്നും സർവ ജീവികളുടെയും സുഖം തൻ്റെ സുഖമാണ് എന്നും കണ്ട് ആരാണോ അതിനെ തുല്യമായി കാണുന്നത്, ആ വിധത്തിലുള്ള, ആ തരത്തിലുള്ള യോഗി ഉത്തമനായ യോഗിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം എന്നാണ്.
പല സമയത്ത് പറഞ്ഞു, ശ്രീരാമകൃഷ്ണദേവൻ വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് കാളക്കാരൻ കാളയെ തല്ലുന്നത്, ആ കാളക്കാരൻ കാളയെ തല്ലുന്ന സമയത്ത് കാളക്കാരൻ ഓരോ തല്ലും കാളയ്ക്ക് കൊടുക്കുന്ന സമയത്ത് ശ്രീരാമകൃഷ്ണദേവൻ വേദനയോടുകൂടി പുളയുകയായിരുന്നു. വേദന കൊണ്ട് പുളയുന്നത് പോലെ ശിഷ്യന്മാർക്ക് തോന്നി. എന്നിട്ട് നോക്കിയപ്പോൾ ആ കാളയുടെ ശരീരത്തിൽ എത്രയാണോ അടി കാളക്കാരൻ കൊടുത്തത്, അത്രയും അടിയുടെ പാടുകൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ മുതുകിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ കാള താൻ തന്നെയാണ് സർവചരാചരങ്ങളിലും കുടികൊള്ളുന്നത് ഒരേ ആത്മാവാണ്. ഞാൻ തന്നെയാണ് അതിലുള്ളത്, അത് തന്നെയാണ് എന്നിലുമുള്ളത്. ഇത് രണ്ടും വ്യത്യസ്തമല്ല. ഞാനെന്ന ഭാവം അത് തോന്നായിക വേണം, തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ എന്നാണ്. ഞാനെന്ന ഭാവം തോന്നരുത്. ഞാൻ എന്ന അഹങ്കാര ബുദ്ധിയോടുകൂടിയുള്ള ഞാൻ അതുണ്ടാവരുത്. ഇനി ഞാൻ എന്ന ഭാവം ഉണ്ടാവണമെങ്കിലോ ഈ അഖിലവും ഞാനാണ്, എല്ലാം ഞാനാണ്, എല്ലാത്തിൻ്റെയും സുഖം എൻ്റെ സുഖമാണ്, എല്ലാത്തിൻ്റെയും ദുഃഖം എൻ്റെ ദുഃഖമാണ് എന്ന ഭാവത്തിലുള്ള ഞാൻ അതാവാം. അപ്പോൾ സർവചരാചരങ്ങളിലും കുടികൊള്ളുന്നത് ഒരേ ആത്മാവാണ് എന്നും ആ സർവചരാചരങ്ങളിലും കുടികൊള്ളുന്നത് ഒരേ ആത്മാവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സർവ്വതിൻ്റെയും സുഖം തൻ്റെ സുഖമെന്നും സർവ്വതിൻ്റെയും ദുഃഖം തൻ്റെ ദുഃഖമെന്നും കണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരാൾ സമം പശ്യതി, അതിനെ തുല്യമായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന യോഗി ഉത്തമനായ യോഗി എന്ന് പറയുന്നു. ഇപ്പോൾ നമുക്കറിയാം ഈ മഹാത്മാക്കളുടെയൊക്കെ ഓരോ ജീവിതം, അവരുടെ ജീവചരിത്രം, ആത്മാന്വേഷികളുടെ ജീവചരിത്രം ഒക്കെ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനോടും ഒരേ ഭാവത്തിൽ അവർ കാണും. ഇപ്പോൾ രമണ മഹർഷിയുടെ ആശ്രമത്തിൽ ഒരു കാക്ക ഉണ്ടായിരുന്നു എന്നാണ്. ആ കാക്ക വന്നിട്ട് മഹർഷിയുടെ അടുത്തിരിക്കും, മഹർഷി കൊടുക്കുന്നത് കഴിക്കും. അങ്ങനെ ആ കാക്ക മരിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ സംസ്കാര കർമ്മമൊക്കെ വളരെ വിധിയാവണ്ണം ചെയ്തു എന്നും ഒക്കെ പറയുന്നു. അതുപോലെ തന്നെ അവിടെ ഒരു പശു ഉണ്ടായിരുന്നു. ആ പശുവിനെയും മഹർഷി വലിയ ബഹുമാനത്തോടുകൂടി, ആദരവോടുകൂടി, സ്നേഹത്തോടുകൂടി, വാത്സല്യത്തോടുകൂടി അതിനെ പരിചരിച്ചിരുന്നു. അവസാനം പശു മരിച്ചു കഴിഞ്ഞപ്പോൾ ദേഹവിയോഗം വന്ന സമയത്ത് പശുവിനെ വേണ്ട വിധത്തിൽ സംസ്കരിച്ചു എന്നുള്ളതൊക്കെയാണ്. ഇത് ആണ് യഥാർത്ഥത്തിൽ മഹാത്മാക്കളുടെ, കേവലം മനുഷ്യനിൽ മാത്രമല്ല, സർവചരാചരങ്ങളിലും, വൃക്ഷങ്ങളിലും, സസ്യങ്ങളിലും, സർവജീവികളിലും. അതല്ലേ രമണ മഹർഷി അദ്ദേഹത്തിൻ്റെ കൈകളിലൊക്കെ വ്രണം വന്ന് അങ്ങനെ പുഴുവരിച്ചു എന്നാണ്. ഈ പുഴുവരിച്ച സമയത്ത് അദ്ദേഹം നോക്കുമ്പോൾ ഈ പുഴു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് താഴെ വീഴുന്നു. ആ താഴെ വീഴുന്ന പുഴുവിനെ അദ്ദേഹം എടുത്തിട്ട് അതീവ വാത്സല്യത്തോടുകൂടി വീണ്ടും ആ വ്രണത്തിലേക്ക് വച്ചിട്ട് ശാസിക്കുമെന്നത്രേ, നിനക്ക് നേരെ ആഹാരം കഴിക്കാൻ അറിയില്ലേ? അപ്പോൾ തൻ്റെ വ്രണത്തിൽ നിന്നുണ്ടാകുന്ന പുഴുവിൽ പോലും ഒരു ജീവനുണ്ട് എന്നും
ആ ജീവൻ ഈശ്വരീയമാണ് എന്നും ആ ഈശ്വരീയമായിട്ടുള്ള ജീവനും താനും ഒന്നാണ് എന്നുമുള്ള ചിന്ത. ഒരു നമുക്കറിയാവുന്ന ഒരാൾ, അദ്ദേഹം കൊതുകിനെ കൊല്ലില്ല. ഒരുപാട് പേരങ്ങനെയുണ്ട്, അനേകം. അപ്പോൾ അദ്ദേഹത്തെ പരിചരിക്കാൻ വേണ്ടി കൊതുക് വലയുണ്ട്, കൊതുക് വലയ്ക്കുള്ളിൽ ആണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പരിചരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പ്രായത്തിലുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ കൊതുക് വലയ്ക്കുള്ളിൽ യാദൃശ്ചികമായി കൊതുക് കയറിയാൽ ഈ മഹാത്മാവ് കൊതുകിനെ പിടിച്ചിട്ട് കൊതുക് വലയ്ക്ക് പുറത്തേക്ക് വിടും, അതിനെ കൊല്ലില്ല. അപ്പോൾ ഈ കൊതുക് ഈ മനുഷ്യനെ പരിചരിക്കാൻ വേണ്ടിയിരുന്ന ആൾ ഒരു കൊതുകിനെ വലിയ ശബ്ദത്തോടു കൂടി അടിച്ചു കൊല്ലുന്നത് അദ്ദേഹം കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ തമ്പി, இந்த മാതിരി കൊതുകിനെ ഉപദ്രവിക്കാൻ പാടുണ്ടോ? അതിന് ഇത്ര വലിയ അടിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ ഈ കൊതുകിൽ പോലും നമുക്ക് അതിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം കേൾക്കുന്നവർക്ക്. കൊതുകിനെ കൊല്ലേണ്ടതല്ലേ, അത് രോഗം പടർത്തുന്നതല്ലേ എന്നൊക്കെ നമുക്ക് തോന്നാം. അതിലും വലിയ രോഗം പടർത്തുന്നതാണ് മനുഷ്യൻ, അത് വേറൊരു സത്യം. ഈ പ്രകൃതിയെ മുച്ചൂടും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊതുകല്ല, മനുഷ്യനാണ്. മനുഷ്യൻ കാരണമാണ് കൊതുക് പോലും ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആദ്യം തല്ലിക്കൊല്ലേണ്ടത് മനുഷ്യനെ അല്ലേ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഇതിലെല്ലാം സർവചരാചരങ്ങളിലും ഒരേ ചൈതന്യത്തെ ദർശിക്കുന്ന ആളുകളെയാണ് മഹാത്മാക്കൾ. അല്ലയോ അർജുന, അങ്ങനെയുള്ള യോഗികളാണ് സർവത്തിൻ്റെയും ദുഃഖം തൻ്റെ ദുഃഖമാണ് എന്നും സർവ്വതിൻ്റെയും സുഖം തൻ്റെ സുഖമാണ് എന്നും കണ്ട് സുഖത്തിൽ സന്തോഷിക്കുകയും ദുഃഖത്തിൽ ദുഃഖിക്കുകയും ചെയ്യുന്ന യോഗികൾ, അവർ ഉത്തമന്മാരായിട്ടുള്ള യോഗികളാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ പ്രഭാകര സിദ്ധയോഗികളുടെ കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവരൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് അറിവുള്ള ആളുകൾ പറയുന്നതെന്ന് പറഞ്ഞാൽ, വളരെ സാധുക്കളായിട്ടുള്ള ആളുകൾ പല പല പ്രശ്നങ്ങളുമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ആ വിഷമങ്ങൾ പറയുന്ന സമയത്ത് അദ്ദേഹം കരയുമായിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുമെന്നാണ് പ്രഭാകര സിദ്ധയോഗികൾ. ഇതാണ് മഹാത്മാക്കളുടെ ഒരു പ്രത്യേകത. അപ്പോൾ അങ്ങനെയുള്ള യോഗികൾ അവർ ഏറ്റവും ഉത്തമന്മാരായിട്ടുള്ള യോഗികളിൽ വെച്ച് ഏറ്റവും ഉത്തമന്മാരായിട്ടുള്ള യോഗികളാണ് എന്നാണ് ശ്രീമദ് ഭഗവത്ഗീതയിലൂടെ ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമസ്തേ.